ബട്ടർസ്കോച്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ 3-4 പ്രാവശ്യമായിട്ട് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് OTG പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഞാനിവിടെ 180°C 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. 4 മീഡിയം സൈസ് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുത്തിട്ട് ആ 4 മുട്ടേൻ്റെയും യെല്ലോവും വൈറ്റ് പോർഷനും മാറ്റിയെടുത്ത് വെക്കാം. മുട്ടേൻ്റെ വെള്ള പോർഷൻ എടുത്ത് അത് പതിഞ്ഞ് വരുന്ന വരെ ബീറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് പൊടിക്കാത്ത 1 കപ്പ് പഞ്ചസാര 3-4 പാർട്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഫുള്ള് മെൽറ്റ് ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് മാറ്റി വെച്ച എഗ് യോക്ക് ഓരോന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എഗ് യോക്ക് നല്ലോണം ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ബട്ടർസ്കോച്ച് എസൻസും 1/4 കപ്പ് ഓയിലും ഇട്ടിട്ട് അതും ഒന്ന് നല്ലോണം മിക്സ് ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ബാറ്റർ കട്ടിയായി വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് 1/4 കപ്പ് പാല് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിൻ്റെ നടുക്കിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 7 ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് കുറച്ച് ഓയിൽ ഇട്ടിട്ട് ഗ്രീസ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ മൈദ അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഗ്രീസ് ചെയ്ത് വെച്ച ടിന്നിലേക്ക് പ്രിപ്പയർ ചെയ്ത ബാറ്റർ ഒഴിച്ചിട്ട് അതിലുള്ള ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കുക. OTG പ്രീഹീറ്റ് ആയി കഴിഞ്ഞാൽ 180°C 35 മിനിറ്റ് കേക്കിൻ്റെ ബാറ്റർ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുക. പ്രലൈൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ലോ ഫ്ലെയിമിലിട്ടിട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര നല്ലോണം മെൽറ്റായി വന്നാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോൾട്ടഡ് ബട്ടർ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ ഫുള്ളും അതിലേക്ക് മിക്സായി വന്നാൽ 1/4 കപ്പ് റോസ്റ്റഡ് നട്ട്സും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സ് ഫുള്ളും കാരമലൈസ് ചെയ്ത് വെച്ച ഷുഗറിൽ കോട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ ഗ്രീസ് ചെയ്ത് വെച്ച പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അത് സെറ്റായി വന്നാൽ ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു ടേൺ ടേബിൾ അല്ലെങ്കിൽ ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കേക്കിൻ്റെ ഒരു ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പിനോട് വെറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ 1 കപ്പ് വെള്ളത്തിൽ 1 പിഞ്ച് ഉപ്പും 1/4 കപ്പ് ഷുഗറും 3 ടേബിൾ സ്പൂൺ കാരമൽ സോസും ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തതാണ്. അതിന് മുകളിലായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച പ്രലൈൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് 4 ടേബിൾ സ്പൂൺ കാരമൽ സോസ് മിക്സ് ചെയ്ത് എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമിൽ കാരമൽ സോസ് ആഡ് ചെയ്യാതെ കേക്കിൻ്റെ ഓരോ ലെയർ വെക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ടും കാരമൽ സോസ് ഇട്ട് കൊടുക്കാം. അഥവാ വിപ്ഡ് ക്രീമിലേക്ക് കാരമൽ സോസ് ആഡ് ചെയ്യുകയാണെങ്കിൽ വിപ്ഡ് ക്രീം വേഗം തന്നെ മെൽറ്റായി പോകാനുള്ള ചാൻസും ഉണ്ട്. ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ ടോപ്പ് കിട്ടാനായിട്ട് കേക്കിൻ്റെ ബേസ് ലെയർ ഏറ്റവും മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ക്രീം എടുത്ത് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. രണ്ടോ മൂന്നോ മണിക്കൂർ കേക്ക് ഫ്രിഡ്ജിലേക്ക് ക്രം കോട്ട് ചെയ്ത് സെറ്റാവാൻ വേണ്ടി വെച്ച് കഴിഞ്ഞിട്ട് ക്രീമിനോണ്ട് കേക്കിൻ്റെ മെയിൻ കോട്ട് ചെയ്തെടുക്കാം. പാലറ്റ് ടൈപ്പ് വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് കേക്കിൻ്റെ മുകളിലായിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ മുകളിലായിട്ട് ഒരു സ്ക്യൂബറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ കൊണ്ട് ഹാർട്ട് ഷേപ്പ് വരച്ചെടുക്കുക. വിപ്ഡ് ക്രീമിൽ കുറച്ച് ഡ്രോപ്സ് റെഡ് ജെൽ ഫുഡ് കളർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഒരു ചെറിയ സ്റ്റാർ നോസിൽ യൂസ് ചെയ്ത് ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഫുള്ളും കവർ ചെയ്യുന്ന പോലെ പൈപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ഷുഗർ ബോൾസിനുണ്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കും.